ഹംപി ഇന്ന് അവശിഷ്ടമാണ്. പക്ഷെ ഒരിക്കൽ ഈ കല്ലുകൾക്കിടയിൽ ലോകം അത്ഭുതത്തോടെ നോക്കിയ ഒരു സാമ്രാജ്യം ജീവിച്ചിരുന്നു. ആ സാമ്രാജ്യത്തെ അതിന്റെ സുവർണ കാലത്തിലേക്ക് കൊണ്ടുപോയ രാജാവ്. യുദ്ധത്തിൽ സിംഹം, ഭരണത്തിൽ ബുദ്ധിമാൻ, കലകളുടെ രക്ഷകൻ. അവന്റെ പേര് ശ്രീകൃഷ്ണദേവരായർ. പക്ഷെ ചോദ്യം ഇതാണ്: ഒരു രാജാവിന് എങ്ങനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തെ അതിന്റെ ഉച്ചസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു? ആ വിജയം വെറും വാളിന്റെ ശക്തിയാണോ, അല്ലെങ്കിൽ അതിനു പിന്നിൽ ആരും അധികം പറയാത്ത ഒരു രാഷ്ട്രീയ ബുദ്ധി ഉണ്ടായിരുന്നു? മറഞ്ഞുപോയ ചരിത്ര കഥകൾ കഥ പോലെ അറിയാൻ ദ ചുരുൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ നമുക്ക് തുറക്കാം കൃഷ്ണദേവരായരുടെ കഥ. ഒരു നഗരം, കല്ലുകൊണ്ട് പണിത ക്ഷേത്രങ്ങൾ, വലിയ വിപണികൾ, ആനകളും കുതിരകളും, സ്വർണം, രത്നങ്ങൾ, പട്ട്, സുഗന്ധ വസ്തുക്കൾ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ വ്യാപാരികൾ. ഇതൊരു കഥയിലെ സങ്കല്പ നഗരമല്ല, ഇത് ഹംപിയാണ്. ഒരിക്കൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം, വിജയനഗരം. ആ നഗരത്തിന്റെ ഏറ്റവും തിളക്കമുള്ള കാലത്ത് ആ സിംഹാസനത്തിൽ ഇരുന്ന ഒരാളുണ്ടായിരുന്നു. യുദ്ധഭൂമിയിൽ അവൻ ഒരു സിംഹം, ഭരണത്തിൽ കൃത്യമായി ചിന്തിക്കുന്ന ഒരു രാജാവ്, കലകളുടെ മുമ്പിൽ ഒരു കവി, ക്ഷേത്രങ്ങളുടെ മുന്നിൽ ഒരു ഭക്തൻ, ശത്രുക്കളുടെ മുന്നിൽ ഒരു ഭയം. ആ പേര് ശ്രീകൃഷ്ണദേവരായർ. പക്ഷെ ഇവിടെ ചോദ്യം ഇതാണ്: ഒരു രാജാവിന് എങ്ങനെ ഒരു സാമ്രാജ്യത്തെ അതിൻ്റെ ഏറ്റവും വലിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു? അവൻ്റെ വിജയം വെറും വാളിൻ്റെ ശക്തിയാണോ, അല്ലെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു ബുദ്ധിയും രാഷ്ട്രീയ കണക്കുകൂട്ടലും ഉണ്ടായിരുന്നോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു രാജാവിൻ്റെ കഥ മാത്രമല്ല, ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായി പതിഞ്ഞ ഒരു മനുഷ്യൻ്റെ കഥയാണ്. കൃഷ്ണദേവരായരെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വിജയനഗരം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. വിജയനഗര സാമ്രാജ്യം രൂപം കൊണ്ടത് 14-ാം നൂറ്റാണ്ടിലാണ്. അന്ന് ദക്ഷിണേന്ത്യ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. പല പഴയ രാജവംശങ്ങളും ദുർബലമായി. വടക്കു നിന്നുള്ള സൈനിക സമ്മർദ്ദം കൂടിക്കൊണ്ടിരുന്നു. രാഷ്ട്രീയമായി എല്ലായിടത്തും അനിശ്ചിതത്വം. അങ്ങനെ ഒരു സമയത്താണ് ഹരിഹരനും ബുക്കരായരും ചേർന്ന് തുംഗഭദ്ര നദിക്കരയിൽ ഒരു പുതിയ ശക്തി ഉയർത്തിയത്. ആ നഗരത്തിന് അവർ പേരിട്ടു വിജയനഗരം, അഥവാ വിജയത്തിൻ്റെ നഗരം. ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് വെറുതെ അല്ല. ചുറ്റും കല്ലുകൾ നിറഞ്ഞ കുന്നുകൾ, അടുത്ത നദി, പ്രകൃതിദത്തമായ പ്രതിരോധം, ഒരു കോട്ട പോലെ തന്നെ സുരക്ഷിതമായ ഭൂമിശാസ്ത്രം. പക്ഷെ വിജയനഗരം വെറും കോട്ടയല്ലായിരുന്നു, അതൊരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു, ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു, അതോടൊപ്പം ഒരു രാഷ്ട്രീയ സന്ദേശമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഇപ്പോഴും ഒരു വലിയ ശക്തി നിലനിൽക്കുന്നു എന്ന സന്ദേശം. ആ സാമ്രാജ്യത്തെ പല വംശങ്ങളും ഭരിച്ചു. ആദ്യം സംഗമ വംശം, പിന്നീട് സാലുവ വംശം, അതിനുശേഷം തുളുവ വംശം. ഈ തുളുവ വംശത്തിലാണ് കൃഷ്ണദേവരായരുടെ കുടുംബം വരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് തുളുവ നരസനായകൻ വിജയനഗര രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. സാമ്രാജ്യം അകത്തും പുറത്തും സമ്മർദ്ദം നേരിടുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ച സൈനിക നേതാക്കളിൽ ഒരാൾ. പക്ഷെ കൃഷ്ണദേവരായർ ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ സ്വർണ്ണ സിംഹാസനം റെഡിയായിട്ട് കാത്തു നിൽക്കുകയായിരുന്നില്ല. അധികാരത്തിലേക്കുള്ള വഴി അപകടകരമായിരുന്നു. അകത്ത് അധികാര പോരാട്ടങ്ങൾ, പുറത്ത് ദക്കൻ സുൽത്താൻമാർ, കിഴക്കോട്ട് ഗജപതി രാജ്യം, തെക്കോട്ട് ചെറിയ നായക ശക്തികളും കലാപങ്ങളും. ഇങ്ങനെയുള്ള ഒരു കഠിനമായ ലോകത്താണ് കൃഷ്ണദേവരായർ ഉയർന്നത്. വിജയനഗരത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവ് വന്ന വർഷമാണ് 1509. വീര നരസിംഹരായർക്ക് ശേഷം കൃഷ്ണദേവരായർ സിംഹാസനത്തിലേറി. പിന്നീട് അദ്ദേഹം തുളുവ വംശത്തിലെ ഏറ്റവും പ്രശസ്തമായ രാജാവായി മാറി. ചരിത്ര വിവരണങ്ങളിൽ അദ്ദേഹത്തിന്റെ അധികാര ലാഭത്തിന് പിന്നിൽ പ്രധാനമന്ത്രി തിമ്മരസുവിന്റെ പങ്ക് വളരെ പ്രധാനമാണെന്ന് പറയപ്പെടുന്നു. തിമ്മരസു ഒരു സാധാരണ മന്ത്രി മാത്രമായിരുന്നില്ല, രാജാവിനെ സംരക്ഷിച്ച ആളായിരുന്നു. രാജ്യത്തിന്റെ അപകടങ്ങൾ മുമ്പേ കാണാൻ കഴിഞ്ഞ ഒരാളായിരുന്നു. രാജാവിന് പിന്നിൽ ഉറച്ചു നിന്ന ഒരു ബുദ്ധിശക്തിയായിരുന്നു. കൃഷ്ണദേവരായർ അധികാരത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വലിയ ചോദ്യമുണ്ടായിരുന്നു. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അകത്തുള്ള കലാപങ്ങളെയാണോ അതോ പുറത്തുള്ള ശത്രുക്കളെയാണോ നേരിടേണ്ടത്? അല്ലെങ്കിൽ ആദ്യം ജനങ്ങളുടെ വിശ്വാസമാണോ നേടേണ്ടത്? ഒരു സാധാരണ രാജാവ് സിംഹാസനം കാത്തു സൂക്ഷിക്കാൻ മാത്രം നോക്കും. പക്ഷെ വലിയ രാജാവ് അതിൽ നിൽക്കില്ല. അവൻ രാജ്യം മുഴുവൻ വീണ്ടും ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. കൃഷ്ണദേവരായർ ചെയ്തത് അതാണ്. അദ്ദേഹം യുദ്ധങ്ങൾ കൊട്ടാരത്തിൽ ഇരുന്ന് മാത്രം നിയന്ത്രിച്ചില്ല, സ്വയം യുദ്ധഭൂമിയിലേക്ക് പോയി, കോട്ടകളിലേക്ക് നീങ്ങി, സൈന്യത്തിന്റെ മുന്നിൽ നിന്നു. ജനങ്ങൾക്കും സൈന്യത്തിനും ഒരു കാര്യം മനസ്സിലായി: ഇവൻ കൊട്ടാരത്തിനകത്തിരുന്ന് ഉത്തരവ് പറയുന്ന രാജാവല്ല, ഇവൻ മുന്നിൽ നിന്ന് നയിക്കുന്ന രാജാവാണ്. അവിടെ നിന്നാണ് കൃഷ്ണദേവരായരുടെ യഥാർത്ഥ കഥ തുടങ്ങുന്നത്.
ഒരു സാമ്രാജ്യം കൈവശം കിട്ടുന്നത് ഒരു കാര്യമാണ്, പക്ഷെ അത് കൈവിടാതെ പിടിച്ചു നിർത്തുന്നത് വേറെ കാര്യം. കൃഷ്ണദേവരായരുടെ കാലത്ത് വിജയനഗരത്തിന് 3 വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. 1. ഡെക്കൻ പ്രദേശത്തെ സുൽത്താൻമാർ, ബിജാപ്പൂർ, ഗോൾക്കൊണ്ട, അഹമ്മദ് നഗർ പോലെയുള്ള ശക്തികൾ. 2. കിഴക്കോട്ട് ഒഡീഷയിലെ ഗജപതി രാജാക്കന്മാർ. 3. തെക്കൻ ഭാഗത്തുള്ള പ്രാദേശിക തലവന്മാരും നായകന്മാരും. ഇവിടെ കൃഷ്ണദേവരായർ ഒരു കാര്യം നന്നായി മനസ്സിലാക്കി. ഒരു രാജ്യം വാൾ കൊണ്ട് മാത്രം നിലനിൽക്കില്ല, പക്ഷെ വാളില്ലാതെ രാജ്യം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം 2 വഴികളും ഉപയോഗിച്ചു. ആവശ്യമുള്ളിടത്ത് യുദ്ധം, ആവശ്യമുള്ളിടത്ത് കൂട്ടുകെട്ട്, ചിലപ്പോൾ വിവാഹബന്ധം, ചിലപ്പോൾ സാമ്പത്തിക നിയന്ത്രണം. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ കാൽപ്പടയും കുതിരപ്പടയും ആനപ്പടയും ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് കുതിരകൾ വലിയ യുദ്ധശക്തിയായിരുന്നു. നല്ല കുതിരകളെ ലഭിക്കുക എളുപ്പമല്ലായിരുന്നു. അറബ് വ്യാപാരികളും പോർച്ചുഗീസുകാരും കുതിര വ്യാപാരത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. അതുകൊണ്ട് തീരപ്രദേശങ്ങളിലെ വ്യാപാര ബന്ധങ്ങൾ പോലും ഒരു രാജാവിൻ്റെ സൈനിക ശക്തിയുമായി ബന്ധപ്പെട്ട് കിടന്നു. കൃഷ്ണദേവരായർ ഇത് മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം യുദ്ധം ചെയ്തത് യുദ്ധഭൂമിയിൽ മാത്രമല്ല, വിപണിയിലും നയതന്ത്രത്തിലും കോട്ടകളിലും വിവാഹബന്ധങ്ങളിലും എല്ലായിടത്തും അദ്ദേഹം കൃത്യമായ നീക്കങ്ങൾ നടത്തി. കൃഷ്ണദേവരായരുടെ ആദ്യത്തെ വലിയ സൈനിക വിജയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഉദയഗിരിയിലേക്കുള്ള യുദ്ധമായിരുന്നു. ഉദയഗിരി ഒരു സാധാരണ കോട്ടയല്ല. അത് പിടിച്ചെടുക്കുക എന്നത് കിഴക്കൻ രാഷ്ട്രീയത്തിൽ വലിയ പിടി നേടുന്ന പോലെയായിരുന്നു. അന്ന് ആ പ്രദേശം ഗജപതി രാജാവായ പ്രതാപരുദ്രദേവന്റെ അധികാരത്തിലായിരുന്നു. ഇന്നത്തെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ ഭാഗങ്ങളിലേക്കുള്ള സ്വാധീനത്തിൽ ഗജപതി ശക്തിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. കൃഷ്ണദേവരായർ ഉദയഗിരിയിലേക്ക് നീങ്ങി. കോട്ട ശക്തമായിരുന്നു, യുദ്ധം എളുപ്പമായിരുന്നില്ല, ദീർഘമായ ശ്രമം വേണ്ടിവന്നു. എന്നാൽ അവസാനം ഉദയഗിരി വിജയനഗരത്തിൻ്റെ കൈവശമായി. ഈ വിജയം വെറും ഭൂമി പിടിച്ചടക്കൽ മാത്രമായിരുന്നില്ല, അതൊരു വലിയ സന്ദേശമായിരുന്നു. വിജയനഗരം തെക്കൻ രാജ്യം മാത്രമല്ല, കിഴക്കോട്ടും അതിൻ്റെ കൈയെത്തും. ഉദയഗിരി ജയത്തിന് ശേഷം കൃഷ്ണദേവരായർ ഹംപിയിൽ കൃഷ്ണക്ഷേത്രം പണിതുവെന്ന് പറയപ്പെടുന്നു. ബാലകൃഷ്ണ വിഗ്രഹവുമായി ബന്ധപ്പെട്ട പാരമ്പര്യവും ഈ വിജയവുമായി ചേർന്ന് പറയാറുണ്ട്. ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. ഒരു രാജാവ് യുദ്ധം ജയിച്ച ശേഷം എന്തിനാണ് ക്ഷേത്രം പണിയുന്നത്? അത് വെറും ഭക്തി മാത്രമല്ല, അതിൽ രാഷ്ട്രീയമുണ്ട്, ജനങ്ങളോട് പറയുന്ന സന്ദേശമുണ്ട്, അധികാരത്തിൻ്റെ അടയാളമുണ്ട്. ഈ ജയം ദൈവാനുഗ്രഹത്തോടെയാണ് ലഭിച്ചത് എന്ന് രാജ്യം ഓർക്കണം. അങ്ങനെയാണ് യുദ്ധവിജയം ഒരു ഓർമ്മയായി മാറുന്നത്. ഉദയഗിരിക്ക് ശേഷം കൃഷ്ണദേവരായരുടെ ശ്രദ്ധ കൊണ്ടവീടിലേക്കും കിഴക്കൻ തീരപ്രദേശങ്ങളിലേക്കും തിരിഞ്ഞു. കൊണ്ടവീട് ഗജപതി ശക്തിയുടെ ഭാഗമായിരുന്നു. അത് പിടിച്ചെടുക്കുന്നത് വിജയനഗരത്തിന് കിഴക്കൻ തീര വ്യാപാരത്തിലും രാഷ്ട്രീയ സ്വാധീനത്തിലും കൂടുതൽ ശക്തി നൽകും. യുദ്ധങ്ങൾ തുടർന്നു. കൃഷ്ണദേവരായർ പല കോട്ടകളും പിടിച്ചെടുത്തു. പക്ഷെ അവസാനം നടന്നത് വെറും നാശമല്ല, സമാധാനവുമാണ്. ഗജപതി രാജാവായ പ്രതാപരുദ്രദേവനുമായി കൃഷ്ണദേവരായർ സമാധാനത്തിലേക്ക് നീങ്ങി. ചില പാരമ്പര്യങ്ങളിൽ ഈ സമാധാനം ഒരു വിവാഹ ബന്ധത്തിലൂടെയും ഉറപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധി കാണുന്നത്. നല്ല രാജാവ് ശത്രുവിനെ എല്ലായ്പ്പോഴും ഇല്ലാതാക്കാൻ മാത്രം നോക്കില്ല. ചിലപ്പോൾ ശത്രുവിനെ ബന്ധുവാക്കും, ചിലപ്പോൾ കോട്ട പിടിച്ചതിനേക്കാൾ വലിയ വിജയം സമാധാനം ഉറപ്പിക്കുന്നതാണ്. ഗജപതി രാജ്യവുമായി ഉണ്ടായ ഈ പോരാട്ടങ്ങളും പിന്നീട് വന്ന സമാധാനവും കൃഷ്ണദേവരായരെ ദക്ഷിണേന്ത്യയിലെ ഒരു ശക്തനായ രാജാവിൽ നിന്ന് ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ ശക്തിയായി ഉയർത്തി. തുംഗഭദ്രയും കൃഷ്ണയും ഇടയിൽ കിടക്കുന്ന സമൃദ്ധമായ പ്രദേശമാണ് റായ്ചൂർ ദോആബ്. ഈ ഭൂമി ആരുടെ കൈവശമുണ്ടോ അവർക്കാണ് ദക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ബലം. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി വിജയനഗരത്തിനും ദക്കൻ സുൽത്താൻമാർക്കും ഇടയിൽ ഈ പ്രദേശം തർക്ക വിഷയമായിരുന്നു. 1520 കൃഷ്ണദേവരായർ ബിജാപ്പൂർ സുൽത്താൻ ഇസ്മായിൽ ആദിൽ ഷായ്ക്കെതിരെ വലിയ സൈനിക നീക്കം നടത്തി. ഇത് ചെറിയ ഏറ്റുമുട്ടലായിരുന്നില്ല, വലിയ സൈന്യങ്ങൾ നേർക്കുനേർ നിന്ന യുദ്ധമായിരുന്നു. കുതിരപ്പട, ആനപ്പട, കാൽപ്പട, കോട്ടമതിലുകൾ, പൊടിപടലങ്ങൾ. ചിന്തിച്ചു നോക്കൂ, ചൂടുള്ള യുദ്ധഭൂമി, മുന്നിൽ റായ്ചൂർ കോട്ട, ഒരു വശത്ത് ബിജാപ്പൂർ സൈന്യം, മറ്റൊരു വശത്ത് വിജയനഗരത്തിൻ്റെ വൻ സൈന്യം, അതിൻ്റെ മുന്നിൽ കൃഷ്ണദേവരായർ. അദ്ദേഹം ഈ യുദ്ധത്തിന് സ്വയം നേതൃത്വം നൽകി. അവസാനം വിജയനഗരം വലിയ വിജയം നേടി. റായ്ചൂർ വീണ്ടും വിജയനഗരത്തിൻ്റെ കൈവശമായി. ബിജാപ്പൂർ സുൽത്താൻ്റെ ശക്തിക്ക് വലിയ തിരിച്ചടി കിട്ടി. പക്ഷേ റായ്ചൂർ യുദ്ധത്തിൻ്റെ പ്രാധാന്യം ഒരു കോട്ടയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ വിജയം കൃഷ്ണദേവരായരുടെ പേര് ദക്ഷിണേന്ത്യ മുഴുവൻ ഉറപ്പിച്ചു. ശത്രുക്കൾക്ക് ഭയം, സൈന്യത്തിന് ആത്മവിശ്വാസം, മന്ത്രിമാർക്ക് ഉറപ്പ്, ജനങ്ങൾക്ക് അഭിമാനം. ഒരു യുദ്ധം ജയിച്ചതുകൊണ്ട് മാത്രം ഒരാൾ മഹാരാജാവാകില്ല. പക്ഷേ ആ യുദ്ധം ഒരു രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം തന്നെ മാറ്റിയാൽ അതിന് ചരിത്രത്തിൽ വേറെ ഒരു സ്ഥാനം കിട്ടും. റായ്ചൂർ അങ്ങനെ ഒരു യുദ്ധമായിരുന്നു. കൃഷ്ണദേവരായരെ വെറും യുദ്ധരാജാവായി മാത്രം കാണുന്നത് ശരിയല്ല. അദ്ദേഹം ശക്തനായ ഭരണാധികാരിയായിരുന്നു.
വിജയനഗരത്തിൽ നായക വ്യവസ്ഥ പ്രധാനമായിരുന്നു. പ്രാദേശിക സൈനിക തലവന്മാർക്ക് ഭൂമിയും അധികാരവും കൊടുക്കും. അതിനു പകരം അവർ രാജാവിന് സൈന്യവും വരുമാനവും നൽകണം. ഈ സംവിധാനം ശക്തിയുമായിരുന്നു, അതേസമയം അപകടവുമായിരുന്നു. നായകർ വിശ്വസ്തരായാൽ രാജ്യം ശക്തമായി. അവർ സ്വതന്ത്രമായി പെരുമാറാൻ തുടങ്ങിയാൽ രാജ്യം ദുർബലമാകും. കൃഷ്ണദേവരായർ ഈ സംവിധാനത്തെ നിയന്ത്രിച്ചു. ആവശ്യമായിടത്ത് കഠിനമായി ഇടപെട്ടു. വരുമാനം ഉറപ്പിച്ചു. സൈന്യത്തെ തയ്യാറാക്കി. കോട്ടകളെ ശക്തമാക്കി. അദ്ദേഹം കൃഷിക്കും ജലസേചനത്തിനും വലിയ പ്രാധാന്യം നൽകി. അന്നൊരു കുളം പണിയുന്നത് വെറും വെള്ളത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇത് ഭക്ഷ്യസുരക്ഷയാണ്. ഒരു കാലുവഴി തുറക്കുന്നത് വെറും വെള്ളം ഒഴുക്കൽ മാത്രമല്ല, അത് വയലുകളെ ജീവനോടെ നിലനിർത്തലാണ്. ഒരു വിപണി വളർത്തുന്നത് വെറും വ്യാപാരമല്ല, അത് സാമ്രാജ്യത്തിൻ്റെ ശ്വാസമാണ്. വിജയനഗരം സമ്പന്നമായത് യുദ്ധം കൊണ്ട് മാത്രമല്ല. കൃഷി, വ്യാപാരം, നികുതി, ക്ഷേത്രങ്ങൾ, നഗരവൽക്കരണം ഇവയെല്ലാം ചേർന്നാണ് ആ സാമ്രാജ്യം ശക്തമായത്. വിദേശ യാത്രികർ വിജയനഗരത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ച് അത്ഭുതത്തോടെ എഴുതിയിട്ടുണ്ട്. വിപണികളിൽ രത്നങ്ങൾ വളരെ തുറന്നു വിൽക്കപ്പെട്ടിരുന്നു എന്ന രീതിയിലുള്ള വിവരണങ്ങളുണ്ട്. അവയിൽ ചിലത് അല്പം അതിശയോടെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അന്ന് വിജയനഗരം സമ്പന്നവും ജീവൻ നിറഞ്ഞതുമായ ഒരു നഗരമായിരുന്നു. കൃഷ്ണദേവരായരെ കുറിച്ച് പറയുമ്പോൾ ഹംപി വിട്ടുപോകാൻ പറ്റില്ല. ഇന്ന് ഹംപിയിൽ നാം കാണുന്നത് അവശിഷ്ടങ്ങളാണ്. പക്ഷെ ആ കല്ലുകൾ ഒരിക്കൽ ജീവനുള്ള നഗരത്തിൻ്റെ ഭാഗമായിരുന്നു. ക്ഷേത്രങ്ങൾ, മണ്ഡപങ്ങൾ, വിപണി വീഥികൾ, രാജകീയ മേഖല, ജലസംവിധാനങ്ങൾ, ആനശാലകൾ, കല്ലിൽ കൊത്തിയ സംഗീതം പോലെ നിൽക്കുന്ന തൂണുകൾ. വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് ഹംപി ദ്രാവിഡ ക്ഷേത്ര വാസ്തുവിദ്യയുടെ മഹത്തായ കേന്ദ്രമായി വളർന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് ഈ നഗരത്തിന് ഒരു പ്രത്യേക ഭംഗി കിട്ടി. അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രധാന അടയാളങ്ങളിൽ ഒന്നാണ് കൃഷ്ണക്ഷേത്രം. ഉദയഗിരി ജയത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അത് പണിതതെന്ന് പറയപ്പെടുന്നു. ഹംപിയിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം തോന്നും, ഇവിടെ കല്ലുകൾ സംസാരിച്ചാൽ അവ ആദ്യം പറയുന്ന പേരുകളിൽ ഒന്നാണ് കൃഷ്ണദേവരായർ. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് വിജയനഗരം ശക്തിയുടെയും സമ്പത്തിൻ്റെയും കലാപ്രതിഭയുടെയും കേന്ദ്രമായി മാറി. ഇപ്പോൾ കൃഷ്ണദേവരായരുടെ മറ്റൊരു മുഖം നോക്കാം. അദ്ദേഹം വാളിൻ്റെ രാജാവ് മാത്രമല്ല, വാക്കിൻ്റെയും രാജാവായിരുന്നു. സംസ്കൃതം, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടായിരുന്നു എന്ന് പാരമ്പര്യങ്ങൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ആമുക്തമാല്യത. തെലുങ്ക് സാഹിത്യത്തിലെ പ്രധാന കൃതികളിൽ ഒന്നായി അത് കണക്കാക്കപ്പെടുന്നു. ഇവിടെയാണ് അഷ്ടദിഗജന്മാരുടെ കഥ വരുന്നത്. കൃഷ്ണദേവരായരുടെ രാജസഭയിൽ 8 വലിയ തെലുങ്ക് കവികൾ ഉണ്ടായിരുന്നു എന്ന പാരമ്പര്യം വളരെ പ്രശസ്തമാണ്. അല്ലസാനി പെദ്ദന, നന്ദി തിമ്മന്ന, ദൂർജടി, മാതയ്യഗാരി, മല്ലന, അയ്യലരാജു, രാമഭദ്രൻ, പിങ്കളി സൂരണ, രാമരാജഭൂഷണൻ, തെന്നാലി രാമകൃഷ്ണൻ. ഇവരെയാണ് അഷ്ടദിഗ്ഗജർ എന്ന് പറയുന്നത്. ഇവിടെ ചെറിയൊരു കാര്യം ഓർക്കണം. നമ്മൾ കേൾക്കുന്ന തെന്നാലി രാമൻ കഥകൾ വളരെ രസകരമാണ്. പക്ഷെ അവയെല്ലാം നേരിട്ട് ചരിത്രരേഖകളായി കാണാൻ പറ്റില്ല. പല കഥകളും പിന്നീട് ജനകഥകളായി വളർന്നവയാണ്. കൃഷ്ണദേവരായരുടെ കാലം തെലുങ്ക് സാഹിത്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാലമായിരുന്നു. സാഹിത്യം ഒരു സാമ്രാജ്യത്തിൻ്റെ അഭിമാനമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഒരു രാജാവ് കോട്ടകൾ പണിയും, പക്ഷേ മഹാരാജാവ് ഓർമ്മകൾ പണിയും. കവികളും കൃതികളും ആ ഓർമ്മകൾ തലമുറകളിലേക്ക് കൊണ്ടുപോകും. കൃഷ്ണദേവരായർ ഭക്തിയുള്ള രാജാവായിരുന്നു. പ്രത്യേകിച്ച് വൈഷ്ണവ പാരമ്പര്യവുമായി അദ്ദേഹത്തിൻ്റെ പേര് ചേർന്ന് കാണപ്പെടുന്നു. പക്ഷേ വിജയനഗരത്തിൻ്റെ ശക്തി ഒരു മതത്തിൻ്റെ പേരിൽ മാത്രം നിലനിന്നതല്ല. ക്ഷേത്രങ്ങൾ അന്ന് പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലങ്ങൾ മാത്രമായിരുന്നില്ല. അവ സംസ്കാര കേന്ദ്രങ്ങളായിരുന്നു, വിദ്യാ കേന്ദ്രങ്ങളായിരുന്നു, സാമ്പത്തിക കേന്ദ്രങ്ങളായിരുന്നു, രാജകീയ അധികാരത്തിൻ്റെ അടയാളങ്ങളുമായിരുന്നു. പക്ഷെ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി കലാകാരന്മാർ ജീവിച്ചു. സംഗീതജ്ഞർ ഉണ്ടായിരുന്നു, നർത്തകരുണ്ടായിരുന്നു, വ്യാപാരികൾ, കരകൗശല വിദഗ്ധർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ക്ഷേത്രം പണിയുക എന്നത് വെറും മതപ്രവർത്തനം മാത്രമല്ല, അതൊരു സമൂഹത്തെ പണിയുന്നതാണ്, ഒരു നഗരത്തെ വളർത്തുന്നതാണ്, ഒരു രാജാവിൻ്റെ ഓർമ്മ ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുന്നതാണ്. കൃഷ്ണദേവരായർ പല ക്ഷേത്രങ്ങൾക്കും ദാനം നൽകി. ഹംപി, തിരുപ്പതി, ശ്രീശൈലം, കാഞ്ചി തുടങ്ങിയ സ്ഥലങ്ങളുമായി അദ്ദേഹത്തിൻ്റെ പേര് ബന്ധപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് പോർച്ചുഗീസുകാർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ശക്തരാകുകയായിരുന്നു. ഗോവ അവരുടെ പ്രധാന കേന്ദ്രമായി മാറി. അവരുടെ വരവ് വെറും കടൽ വ്യാപാരത്തിൻ്റെ കഥ മാത്രമല്ല, അത് കുതിര വ്യാപാരത്തിൻ്റെ കഥയുമാണ്, ആയുധങ്ങളുടെയും നയതന്ത്രത്തിൻ്റെയും കഥയുമാണ്. വിജയനഗരത്തിന് നല്ല കുതിരപ്പട ആവശ്യമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആ യുദ്ധക്കുതിരകൾ വളരെ വിലപ്പെട്ടതായിരുന്നു. പോർച്ചുഗീസുകാർ ഈ വ്യാപാരത്തിൽ ഇടനിലക്കാരായി. കൃഷ്ണദേവരായർ അവരുമായി ബന്ധം പുലർത്തി. ഡൊമിംഗോസ് പായസ് പോലെയുള്ള യാത്രികർ വിജയനഗരം നേരിട്ട് കണ്ടവരാണ്. അവരുടെ വിവരണങ്ങളിൽ രാജാവിൻ്റെ വ്യക്തിത്വം, നഗരത്തിൻ്റെ സമ്പത്ത്, സൈന്യത്തിൻ്റെ വലിപ്പം,
വിപണികളുടെ സമൃദ്ധി എന്നിവയെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ കണ്ണിൽ വിജയനഗരം അത്ഭുതമായിരുന്നു. അതിനർത്ഥം വിജയനഗരം അന്ന് ഒരു സാധാരണ ദക്ഷിണേന്ത്യൻ രാജ്യം മാത്രമായിരുന്നില്ല, അന്തർദേശീയ വ്യാപാരവും നയതന്ത്രവും ശ്രദ്ധിച്ചിരുന്ന വലിയൊരു ശക്തിയായിരുന്നു. ഒരു രാജാവിൻ്റെ ജീവിതം എല്ലായ്പ്പോഴും വിജയങ്ങളാൽ മാത്രം നിറഞ്ഞിരിക്കില്ല. കൃഷ്ണദേവരായരുടെ ജീവിതത്തിലും വ്യക്തിപരമായ ദുഃഖങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തിരുമലാദേവി, ചിന്നാദേവി തുടങ്ങിയ ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ചരിത്രപരമായി പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ തിരുമലരായെ അവകാശിയായി ഉയർത്തിയെങ്കിലും ആ ബാലരാജകുമാരൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതായി പല ചരിത്ര വിവരണങ്ങളിലും കാണാം. ഇത് രാജാവിനെ വലിയ രീതിയിൽ തകർത്തു എന്നാണ് പറയപ്പെടുന്നത്. ഒരു സാമ്രാജ്യം ജയിച്ച മനുഷ്യൻ സ്വന്തം കുടുംബത്തിലെ നഷ്ടത്തിന് മുന്നിൽ തളർന്നു. ഇതാണ് ചരിത്രത്തെ മനുഷ്യനാക്കുന്നത്. മകൻ്റെ മരണത്തിന് ശേഷം അവകാശ പരമ്പരയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ശക്തമായി. അവസാനം അദ്ദേഹത്തിൻ്റെ സഹോദരനായ അച്യുതദേവരായർ അധികാരത്തിലെത്തി. കൃഷ്ണദേവരായർ ഏകദേശം 1529 അന്തരിച്ചു എന്നാണ് സാധാരണമായി കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം ഒരു വ്യക്തിയുടെ അവസാനം മാത്രമായിരുന്നില്ല, വിജയനഗരത്തിൻ്റെ സുവർണകാലം പതുക്കെ മങ്ങിത്തുടങ്ങുന്ന സമയവുമായിരുന്നു അത്. കൃഷ്ണദേവരായരുടെ മരണത്തിന് ശേഷം വിജയനഗരം ഉടനെ തകർന്നില്ല. പക്ഷെ ഒരു കാര്യം മാറി. അദ്ദേഹം സൃഷ്ടിച്ച ശക്തമായ കേന്ദ്രഭരണം പതുക്കെ ദുർബലമായി. നായകർ കൂടുതൽ സ്വതന്ത്രരായി. രാജസഭയ്ക്കകത്തെ അധികാര പോരാട്ടങ്ങൾ ശക്തമായി. ഡക്കൻ സുൽത്താൻമാരുമായുള്ള സംഘർഷം തുടർന്നു. അച്യുതദേവരായർക്ക് ശേഷം സദാശിവരായരുടെ കാലത്ത് അലിയ രാമരായർ വലിയ അധികാരം കൈകാര്യം ചെയ്തു. പിന്നീട് 1565 താളിക്കോട്ട യുദ്ധം വന്നു. ആ യുദ്ധത്തിൽ വിജയനഗരം വലിയ തോൽവി നേരിട്ടു. ഹംപി കൊള്ളയടിക്കപ്പെട്ടു. ഒരിക്കൽ സമ്പന്നമായിരുന്ന നഗരം നശിച്ചു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കൃഷ്ണദേവരായരുടെ മരണമാണ് വിജയനഗരത്തിൻ്റെ തകർച്ചയ്ക്ക് ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ശരിയല്ല. ഒരു സാമ്രാജ്യം ഒരൊറ്റ കാരണത്താൽ തകരാറില്ല. അധികാര പോരാട്ടം, പ്രാദേശിക ശക്തികളുടെ സ്വതന്ത്രത, ഡക്കൻ സുൽത്താൻമാരുടെ കൂട്ടായ്മ, സൈനിക വ്യാപാര സമ്മർദ്ദങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് പിന്നീട് വിജയനഗരം ദുർബലമായത്. എന്നാൽ കൃഷ്ണദേവരായരുടെ കാലം അതിനു മുമ്പുള്ള ഏറ്റവും ഉയർന്ന ശിഖരമായിരുന്നു. ഹംപിയിലെ കല്ലുകൾ ഇന്നും നിൽക്കുന്നു. ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും ഇന്നും കഥ പറയുന്നു. ആ കഥയുടെ നടുവിൽ ഒരു പേര് വീണ്ടും വീണ്ടും കേൾക്കും: ശ്രീകൃഷ്ണദേവരായർ. ഒരു കാലത്ത് ഹംപിയുടെ വഴികളിലൂടെ ആനകൾ നടന്നു. വിപണികളിൽ വ്യാപാരികൾ വിളിച്ചു. ക്ഷേത്രങ്ങളിൽ വിളക്കുകൾ തെളിഞ്ഞു. രാജ്യസഭയിൽ കവികൾ കവിത ചൊല്ലി. യുദ്ധഭൂമിയിൽ സൈന്യം രാജാവിൻ്റെ പേര് വിളിച്ചു. ഇന്ന് അവിടെ നിശബ്ദതയാണ്. പക്ഷെ ആ നിശബ്ദതയ്ക്കുള്ളിൽ പോലും ഒരു കഥ ബാക്കിയുണ്ട്. ഒരിക്കൽ ഇവിടെ ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു. ആ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും തിളക്കമുള്ള കാലത്ത് ഒരു മഹാരാജാവ് ജീവിച്ചിരുന്നു. അവൻ്റെ പേര് ശ്രീകൃഷ്ണദേവരായർ. ഇതാണ് കൃഷ്ണദേവരായരുടെ കഥ. ഒരു രാജാവിൻ്റെ കഥ, വിജയനഗരത്തിൻ്റെ കഥ, ദക്ഷിണേന്ത്യയുടെ സുവർണ കാലത്തിൻ്റെ കഥ.